യൂണിറ്റ് ബിയോണ്ട് 1000 കണ്ടിന്യൂ ചെയ്യാണ്. ബഗ്ഗി കാസ് നമ്പർ. ടേക്ക് 1 bead from the thousands place in the abacus and put in the ones place. What is the number now? അതായത് അബാക്കസ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ. അബാക്കസിൽ ഇപ്പൊ കാണിച്ചിരിക്കുന്ന നമ്പർ എത്രയാണ്? 5 beads ആണ് തൗസൻഡ്സ് പ്ലേസിലുള്ളത് അല്ലെ. ഇപ്പൊ 5000 ആണ്. എന്താണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? തൗസൻഡ്സ് പ്ലേസിൽ നിന്ന് ഒരു മുത്ത് എടുത്തിട്ട് വൺസ് പ്ലേസിലേക്ക് ഇടാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. വാട്ട് ഈസ് ദ നമ്പർ നൗ? ഇപ്പൊ നമ്പർ എത്രയാന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്രയാ വരിക? 4001 അല്ലെ. 4001 എന്ന് എഴുതാം. Buggy Car's number is the difference of the first number in the abacus and the number in it now. അബാക്കസിലെ ആദ്യം ഉണ്ടായിരുന്ന നമ്പറും അതുപോലെ തന്നെ ഇപ്പൊ കിട്ടിയ നമ്പറും തമ്മിലുള്ള വ്യത്യാസമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് നമ്പർ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ആദ്യം ഉണ്ടായിരുന്നത് എത്രയായിരുന്നു? 5000 ആയിരുന്നു. 5 beads ആണ് തൗസൻഡ് പ്ലേസിൽ ഉണ്ടായിരുന്നത്. അപ്പൊ 5000 അല്ലേ. ഇപ്പൊ എത്രയായി മാറി? 4001 ആയി അല്ലെ. അതായത് ഒരു ബീഡ് നമ്മൾ എന്താണ് വൺസ് പ്ലേസിലേക്ക് എടുത്തിട്ടു അല്ലെ. തൗസൻഡ് പ്ലേസിൽ നിന്ന് ഇപ്പൊ എത്രയാണ് നമ്പർ ആയത്? 4001 ആണ്. അതായത് ഡിക്രീസ് ബൈ 1000 ഇൻക്രീസ് ബൈ 1 അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതായത് 1000 കുറഞ്ഞു 1 കൂടി. അപ്പൊ എത്രയാ വരിക? മൊത്തം ഡിഫറൻസ് എത്രയാ? 999 അല്ലേ. 999 ആണ് ഡിഫറൻസ് വരിക കേട്ടോ. അതായത് 5000 മൈനസ് 4001 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 999. അടുത്തത് ആഡിങ് വൺ മോർ. വാട്ട് ഈസ് ദ നമ്പർ ഇൻ ദ അബാക്കസ്? അബാക്കസിലുള്ള നമ്പർ എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് നമ്പർ? തൗസൻഡ് പ്ലേസിൽ 9 ബീഡ്സ് ഉണ്ട്. 100 പ്ലേസിലും 9, 10 പ്ലേസിലും 9, 1 പ്ലേസിലും 9 അല്ലെ. 9 ബീഡ്സുകളാണ് ഉള്ളത്. എത്രയാണ് നമ്പർ? 9999 9999 അല്ലെ. വാട്ട് ഈസ് ദ നമ്പർ ഗോട്ട് ബൈ ആഡിങ് 1 ടു ഇറ്റ്? അതായത് അതിലേക്ക് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാ വരിക? 9999 പ്ലസ് 1 എത്രയാ? 10,000 എന്ന് എഴുതുക കേട്ടോ. നെക്സ്റ്റ് ടോമോകാർ ഇൻ വർക്ക്ഷോപ്പ്. ടോമോകാർ വാസ് ടേക്കൺ ടു എ വർക്ക്ഷോപ്പ് ഫോർ റിപ്പയേഴ്സ് ആഫ്റ്റർ ദ റേസ്. അതായത് റേസിന് ശേഷം ടോമോകാറിനെ റിപ്പയേഴ്സിന് വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയി. 3500 rupees വാസ് സ്പെൻഡ് ടു ചേഞ്ച് ദ ബാറ്ററി. 2500 rupees ഫോർ എഞ്ചിൻ വർക്ക് ആൻഡ് 4000 rupees ഫോർ പെയിന്റിംഗ്. ബാറ്ററി മാറ്റാനായിട്ട് 3500 rupees ചെലവഴിച്ചു. എഞ്ചിൻ വർക്കിനായിട്ട് 2500 rupeesഉം പെയിന്റിങ്ങിനായിട്ട് 4000ഉം സ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത് കേട്ടോ. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ്? മൊത്തം എത്ര എമൗണ്ട് ആണ് ചെലവായത് എന്നാണ് കേട്ടോ. വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഫ്രം റീഡിംഗ് ദ പ്രോബ്ലം. അതായത് ഈ പ്രോബ്ലം വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് അവിടെ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്താ മനസ്സിലായത്? എമൗണ്ട് സ്പെൻഡ് ടു ചേഞ്ച് ദ ബാറ്ററി ഇസ് ഈക്വൽ ടു എത്രയാ? 3500 rupees. എമൗണ്ട് സ്പെൻഡ് ഫോർ എഞ്ചിൻ വർക്ക് എത്രയാണ്? 2500 rupees. ദെൻ എമൗണ്ട് സ്പെൻഡ് ഫോർ പെയിന്റിംഗ് 4000 rupees. അപ്പൊ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് എങ്ങനെയാ കാണുക? 3500 പ്ലസ് 2500 പ്ലസ് 4000 അല്ലെ. ഇത് മൂന്നും കൂടി കൂട്ടണം അല്ലെ. ആഡ് ചെയ്യണം. 3500 പ്ലസ് 2500 എത്രയാ? 3000ഉം 2000ഉം 5000, 500ഉം 500ഉം 1000. അപ്പൊ എത്രയാ വരിക? 6000 വരും അല്ലെ. 6000ന്റെ കൂടെ ഒരു 4000ഉം കൂടി ആഡ് ചെയ്താൽ എത്രയാ വരിക? 10,000 ആണ് വരിക അല്ലെ. അപ്പൊ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് എത്രയാ? 10,000 ആണ്. നെക്സ്റ്റ് ഓൺ എ ടൂർ. ടോട്ടോ കാർ ഈസ് ബീയിങ് റെഡിഡ് ഫോർ ആൻ ഓൾ ഇന്ത്യ ടൂർ. All 4 tires have to be changed. The price of 1 tire is 2500 rupees. How much money is needed for 4 tires? കാർ ഒരു ഓൾ ഇന്ത്യ ടൂറിന് റെഡി ആവുകയാണ് അല്ലെ. എല്ലാ ടയേഴ്സും മാറ്റണം. പ്രൈസ് ഓഫ് 1 ടയർ എന്ന് പറയുന്നത് എത്രയാണ്? 2500 rupees ആണ്. അപ്പൊ 4 ടയേഴ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് എത്ര എമൗണ്ട് വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ പ്രൈസ് ഓഫ് 1 ടയർ ഈസ് 2500 അല്ലേ. അപ്പൊ എഴുതുക കേട്ടോ. ദ പ്രൈസ് ഓഫ് 1 ടയർ ഇസ് ഈക്വൽ ടു 2500 rupees. ദെൻ ദ പ്രൈസ് ഓഫ് 4 ടയേഴ്സ് എന്ത് ചെയ്താൽ മതി? ഒന്നില്ലെങ്കിൽ 2500 പ്ലസ് 2500 പ്ലസ് 2500 പ്ലസ് 2500 അല്ലെ. 4 times 2500 ആഡ് ചെയ്യുക. അല്ലെങ്കിൽ എന്താണ്? 4 into 2500 അല്ലെ. അപ്പൊ എത്രയാ വരിക? 10,000 ആണ് വരിക. Bonnie is an electric car. The amounts paid for recharge during its all India tour are given below. Calculate the total amount. ബോണി ഒരു ഇലക്ട്രിക് കാർ ആണ്. ഓൾ ഇന്ത്യ ടൂർ സമയത്ത് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പേ ചെയ്ത എമൗണ്ട് ആണ് ചോട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ടോട്ടൽ എമൗണ്ട് പെയ്ഡ് കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈമിൽ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാ? 3500 rupees ആണ് പേ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ടൈമിൽ 2000 rupees ആണ്. തേർഡ് ടൈമില് 3000 rupees ആണ്. അപ്പൊ എങ്ങനെ കണ്ടെത്തുക? 3500 പ്ലസ് 2000 പ്ലസ് 3000 ചെയ്താൽ മതിയില്ലേ. അപ്പൊ നമുക്ക് ടോട്ടൽ എമൗണ്ട് പെയ്ഡ് കിട്ടും. അപ്പൊ എങ്ങനെയാണ് എഴുതുക? ദ എമൗണ്ട് പെയ്ഡ് ഫോർ ഫസ്റ്റ് ടൈം റീചാർജ് എത്രയാണ്? ഈസ് ഈക്വൽ ടു 3500 rupees. ദെൻ എമൗണ്ട് പെയ്ഡ് ഫോർ ദ സെക്കൻഡ് ടൈം റീചാർജ് എത്രയാണ്? 2000 ആണ്. ദെൻ എമൗണ്ട് പെയ്ഡ് ഫോർ തേർഡ് ടൈം റീചാർജ്
3000 ആണ്. ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ഈസ് ഈക്വൽ ടു 3500 പ്ലസ് 2000 പ്ലസ് 3000. അപ്പൊ 3500ഉം 2000ഉം എത്രയാ? 3000ഉം 2000ഉം 5000. 5000ന്റെ കൂടെ ഒരു 500ഉം കൂടി വന്നാൽ 5500. ദെൻ 5500ന്റെ കൂടെ 3000ഉം കൂടി ആഡ് ചെയ്താൽ അറിയാലോ എത്രയാ വരിക? 8500 ആണ് അല്ലെ. ടോട്ടൽ എമൗണ്ട് പെയ്ഡ് എത്രയാണ്? 8500. കണ്ടിന്യൂ ദ പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. 500, 1000, 1500 അങ്ങനെയാണ് തന്നിരിക്കുന്നത് അല്ലെ. ഇൻക്രീസിംഗ് ആണെന്ന് മനസ്സിലായി അല്ലെ. എത്ര വെച്ചിട്ടാ കൂടുന്നത്? ഇൻക്രീസ് ബൈ 500 ആണ് അല്ലെ. 500 കഴിഞ്ഞാല് പ്ലസ് 500 ആണല്ലോ 1000. 1000ന്റെ കൂടെ ഒരു 500 ചേർന്നപ്പോ 1500. നെക്സ്റ്റ് എങ്ങനെ വരിക? 2000. ദെൻ അടുത്ത നമ്പർ 2500. ദെൻ 3000, 3500, 4000 അങ്ങനെ പോകും അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4000, 6000, 8000 അല്ലെ. അതായത് ഇവിടെയും ഇൻക്രീസിംഗ് തന്നെയാണ്. എത്ര വെച്ചിട്ടാ കൂടുന്നത്? തൗസൻഡ്സ് വെച്ചിട്ടാണ് കൂടുന്നത് അല്ലെ. എത്ര തൗസൻഡ്സ് ആണ് കൂടുന്നത്? 2000s ആണ് കൂടുന്നത് അല്ലെ. ആദ്യം 4000, ദെൻ 6000, ദെൻ 8000. ഇനി അടുത്തത് എന്താ വരിക? 8000ന്റെ കൂടെ 2000ഉം കൂടി ആഡ് ചെയ്ത 10,000. ദെൻ 10,000ന്റെ കൂടെ 2000 ആഡ് ചെയ്ത 12,000. 12,000ന്റെ കൂടെ 2000 ആഡ് ചെയ്ത 14,000. 14,000ന്റെ കൂടെ 2000 ആഡ് ചെയ്ത് ഇങ്ങനെ 16,000. നെക്സ്റ്റ് 18,000. ഇതിനടുത്ത് എന്താ വരിക? 18,000ന്റെ കൂടെ 2000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 20,000. 7,628. Then 7,728. Then 7,828. ഇവിടെ ഇൻക്രീസിംഗ് തന്നെയാണ്. ഏത് പൊസിഷനിലാണ് മാറ്റം വന്നിരിക്കുന്നത് നോക്കിയാൽ മതി. ഏത് പൊസിഷനിലാണ്? 100s പൊസിഷനിൽ മാത്രമാണ് ചേഞ്ച് വന്നിട്ടുള്ളൂ അല്ലെ. എത്ര വെച്ചിട്ടാ ചേഞ്ച് ചെയ്യുന്നത് നോക്കൂ. ആദ്യം 7,628 ആണ്. ദെൻ 7,728 ആണ്. ദെൻ അടുത്ത നമ്പർ 7,828. ഇവിടെയൊക്കെ എന്താണ്? 100s പ്ലേസില് 1 വെച്ചിട്ടാ കൂടുന്നത്. അതായത് 100 ആണ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെ. ഇൻക്രീസിംഗ് ബൈ 100 ആണ്. അപ്പൊ അടുത്ത നമ്പർ എങ്ങനെയാ വരിക? 7,828ന്റെ കൂടെ ഒരു 100 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7,928. ദെൻ 7,928ന്റെ കൂടെ ഒരു 100 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8,028. ദെൻ അടുത്ത നമ്പർ 8,128. ദെൻ 8,228. നെക്സ്റ്റ് നമ്പർ 8,328. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. 2,222. അടുത്തത് 3,333. ദെൻ 4,444. ഇവിടെ എങ്ങനെയാ ഇൻക്രീസ് ചെയ്യുന്നത്? അപ്പൊ എത്ര ഇൻക്രീസ് ചെയ്യുന്നത്? 1,111 വെച്ചിട്ടാണ് കൂടുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയാ വരിക? നെക്സ്റ്റ് നമ്പർ 4,444 കഴിഞ്ഞാല് 5,555. Then 6,666, 7,777, 8,888, 9,999. 9,999ന്റെ കൂടെ 1,111 ആഡ് ചെയ്യണം. അപ്പൊ എത്രയാ വരിക? 11,110 എന്ന് വരും കേട്ടോ. നെക്സ്റ്റ് 9,400, 9,300, 9,200 അല്ലെ. ഇവിടെ എന്താ ഡിക്രീസ് ചെയ്യുന്നത്? എത്ര വെച്ചിട്ടാ ഡിക്രീസ് ചെയ്യുന്നത്? 100 വെച്ചിട്ടാ. 100s പ്ലേസിൽ മാത്രമാണ് ചേഞ്ചസ് അല്ലെ. ആദ്യം 400 ആയിരുന്നു, പിന്നെ 300 ആയി, 200 ആയി. കുറഞ്ഞു വരികയാണ്. എത്രയാ? 100 വെച്ചിട്ടാണ് കുറയുന്നത്. നെക്സ്റ്റ് നമ്പർ എത്രയാ വരിക? 9,200ൽ നിന്നൊരു 100 പോയ 9,100. ദെൻ നെക്സ്റ്റ് നമ്പർ എത്രയാ വരിക? 9,000. ദെൻ 8,900. ദെൻ 8,800. ദെൻ 8,700. 8,600. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അടുത്തത് 3,021, 4,132, 5,243. ഇവിടെയും എത്ര വെച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്? 1,111 അല്ലെ. 1,111 വെച്ചിട്ടാണ് കേട്ടോ കൂടുന്നത്. ഇങ്ങനെ വരിക 6,354. നെക്സ്റ്റ് 7,465. ദെൻ 8,576, 9,687, 10,798. 10,798ന്റെ കൂടെ 1,111 ആഡ് ചെയ്ത് കഴിഞ്ഞാല് 11,909 എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ യൂണിറ്റിലെ ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.